ഹലോ, വെൽക്കം ടു മിന്നൂസ് കെ സ്മൈലി. ഇപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ എന്തുണ്ട് വിശേഷം? ഞാനിപ്പോൾ ഉള്ള വർക്ക് കഴിഞ്ഞിപ്പോൾ വന്നേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ 2 ദിവസം മുമ്പേ ഇതൊരു മിനി ബ്ലോഗാണ് കേട്ടോ. ഞാൻ 2 ദിവസം മുമ്പേ കുറച്ച് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ അറിയോ, ഞാൻ ലാസ്റ്റ് വീക്കാണെന്ന് തോന്നുന്നു ഞാനൊരു ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. സൺഡേ ബാംഗ്ലൂരിലൂടെ അന്ന് തോന്നുന്നു ടൈറ്റിൽ, ഞാൻ മറന്നുപോയി കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് 2-3 പേര് എനിക്കൊന്ന് ഒരാൾ ബാംഗ്ലൂരുള്ള ആളാണെന്ന് തോന്നുന്നു, ഇനി ഒരാൾ എനിക്ക് എവിടെയാണെന്ന് അറിയില്ല. എന്നോടെന്തോ മീൻസ് ഒരു കമൻറ്റ്, ബാഡൊന്നും കമൻ്റ് അല്ല കേട്ടോ, വാട്ട് നോൺസെൻസ് എന്തോ സംതിങ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെന്താ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടെ, എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഒരു മെസ്സേജ് വന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അപ്പോൾ പിന്നെ ഒരു അങ്കിൾ ഇട്ടതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ അങ്കിളുള്ളത് ബാംഗ്ലൂർ അങ്കിളാണോ എനിക്കറിയില്ല, സോറി സർ എന്ന് പറയാം കേട്ടോ. അപ്പം അവർ പറഞ്ഞിരിക്കുന്ന, മോളെ ഞാൻ ബാംഗ്ലൂരുള്ള ആളാണ്, ബാംഗ്ലൂരൊക്കെ എല്ലാ സ്ഥലങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചാലുണ്ടല്ലോ, എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടുത്തെ ഒരു ചർച്ചുണ്ട്, ചർച്ചിലാണ് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ ആ ചർച്ചിൽ എന്താണെന്ന് ചോദിച്ചാൽ, ആ ചർച്ചിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ചർച്ചുകളില്ലേ, പണ്ട് ഒത്തിരി വർഷം മുമ്പുള്ള ഈ പില്ലറൊക്കെ ഭയങ്കര കട്ടിയായിട്ടുള്ള ഒരു ചർച്ച്, മീൻസ് ആ ചർച്ചാണ്. അത് എല്ലാവർക്കും ബാംഗ്ലൂരിൽ എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ പറഞ്ഞത് നമ്മുടെ ആദ്യമേ തന്നെ നമ്മളെ ആദ്യം മലയാളീസ് വരുമ്പോൾ ആദ്യം പോകുന്ന 2-3 സ്ഥലങ്ങളേ ഉള്ളൂ ബാംഗ്ലൂർ. ഒന്ന് ലാൽബാഗ്, ഒന്ന് ഗബൺ പാർക്ക്, ഇനിയൊന്ന് നമ്മുടെ ഈ ചർച്ച്, ശിവായി നർ ചർച്ച്. ഇത് രണ്ടും പോകാതെ ആരും തിരിച്ചു വരും. പക്ഷേ പണ്ടൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊരു ടൂറിസം പ്ലേസ് ആയിട്ട് ഒത്തിരി ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അതിനകത്ത് ഇട്ടപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, വാട്ട് നോൺസെൻസ് എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അർത്ഥം മീൻസ് അതെന്താണെന്ന് പിന്നെ എപ്പോഴാണ് മനസ്സിലായി. കാരണം ഞാൻ പറഞ്ഞു, അതുപോലത്തെ പള്ളികളൊന്നും നമ്മുടെ ചിലപ്പം കേരളത്തിൽ കാണാൻ ചാൻസ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്കതേക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം, എൻ്റെ സ്ഥലത്ത്, എൻ്റെ ചർച്ചിൽ, ഞങ്ങളുടെ ചർച്ചിലൊക്കെ ഡെമോലേഷൻ ചെയ്തു. ഞങ്ങളുടെ ചർച്ചൊക്കെ ഇപ്പോൾ അത് സെൻറ്റ് ബെസിലിക്ക ചർച്ചായിട്ട് അത് പ്രഖ്യാപിച്ചു ലാസ്റ്റ് വീക്ക്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഡെമോലേഷൻ ചെയ്ത് ഇപ്പോൾ വേറെ മോഡേൺ രീതിയിൽ നല്ല രീതിയിൽ സൂപ്പർ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ ഉള്ള ചർച്ചകളൊക്കെ കാണാമെന്ന് പറയുന്നത് ഭയങ്കര റെയറാണ്. അപ്പോൾ അതിൻ്റെ പില്ലറൊക്കെ എന്ന് പറഞ്ഞാൽ, ആ പില്ലറിൻ്റെ ആ ജോയിൻ ആകുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഒരു സിൽവറല്ല ഗോൾഡൻ കളറിൽ ഇങ്ങനെ റൗണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയെ കാണാൻ. നമ്മൾ വിചാരിക്കും അത് ഗോൾഡാണെന്ന് വിചാരിക്കും, കാരണം അതുപോലെ വിഷ്വലാണ് അതിനകത്ത് കാണുന്നത്. അപ്പം നല്ല ബ്യൂട്ടിഫുള്ളാണ്. ചെറിയ പള്ളി എന്ന് പറഞ്ഞതെന്നറിയാവോ, ചെറുതാണ്. അതിൻ്റെ മുന്നിലത്തെ ആ ഗോപുരം വലിയ ഇതില്ലേ, അത് ഭയങ്കര ഹൈറ്റായിട്ട് നമുക്ക് എവിടെ നിന്നാലും അതാണ് എൻ്റെ സിമ്പൽ, അത് കാണാം. അപ്പം അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ എനിക്ക് കമൻറ്റ് ഇട്ടുകൊണ്ട് എനിക്ക് ഒരു വിഷമമില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ കമൻറ്റ് ഇടുമ്പോഴല്ലേ നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ചെയ്യാനും നമുക്കൊരു എൻകറേജ് ആകത്തുള്ളൂ. അപ്പം നിങ്ങൾ ഇതുപോലെ വീഡിയോ ഒക്കെ ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് നെഗറ്റീവ് കമൻ്റ് ആണെങ്കിലും നോ പ്രോബ്ലം, മീൻസ് ഈസ് ഗുഡ് കമൻ്റ് ആണെങ്കിലും നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി അങ്ങനെ മെസ്സേജ് ഇട്ടിട്ട് പറയുകയാണെങ്കിൽ ഇനി യു ക്യാൻ കണ്ടിന്യൂ മെസ്സേജ് ഇട്ടുള്ളൂ, നോ പ്രോബ്ലം. ഓക്കെ, പിന്നെ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം അധികം മെസ്സേജ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം 2 മാസമല്ല, ഇപ്പം ഞാൻ ഈ 18th എനിക്ക് 2 മാസമേ ഉള്ളൂ എൻ്റെ ഈ വ്ളോഗെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ഇങ്ങനൊരു കമൻറ്റ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ അർത്ഥം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ അപ്പം എൻ്റെ വീഡിയോ ഇനിയും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലാൽബാഗിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഇരുന്ന് സംസാരിക്കുക കേട്ടോ. ഇതെൻ്റെ പ്ലേസാണ്. ഇവിടെ ഞാനാണ് എപ്പോഴും ഞാനിരുന്ന് ഇവിടെ വന്നിവിടെ ഞാൻ അധികം വീഡിയോ ഈ സ്റ്റെപ്പിൽ ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെറിയ മഴയുള്ളതുകൊണ്ട് പുറത്ത് വരാൻ, പുറത്തിരുന്ന് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്. അപ്പം ഇപ്പം മഴ ആയതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതെൻ്റെ സിഗ്നേച്ചർ പ്ലേസാണ് കേട്ടോ. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്ന ഇടയ്ക്കൊക്കെ ഞാൻ മീൻസ് സ്നാക്സും ഒക്കെ കഴിക്കാറുണ്ട്. പിന്നെ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ ഇവിടെ ആരും വരില്ല. പിന്നെ വരുന്ന ആകെ എൻ്റെ കുക്കുമ്മയാണ്. കുക്കുമ്മ ഈ താഴേക്ക് വെള്ളം വീഴുന്നുണ്ട്, നല്ല മഴയാണ്. ഇതുണ്ടോ? പിന്നെ എന്താ പറയാനുള്ളത്, എല്ലാവരും ചായ കുടിച്ചു വിചാരിക്കുന്നു. 6 മണി 6 PM ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എല്ലാവരും ചായ കുടിച്ചോന്ന്, കട്ടൻ ചായ കുടിച്ചോന്ന് ഒക്കെ, നമ്മുടെ നാട്ടിൽ ബ്ലാക്ക് ടീ കുടിച്ചോന്ന് ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയും ഞാൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ വീഡിയോ നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടല്ലേ അറിയുള്ളൂ. അപ്പോൾ കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ളൊരു ചെറിയൊരു മിനി വ്ളോഗാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും സുഖമെന്ന് വിശ്വസിക്കുന്നു. ബൈ, ടേക്ക് കെയർ.